ഹായ് ഹലോ, ഞാനിന്നൊരു കടല റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടി ഞാൻ കുറച്ച് കടല തലേന്ന് രാത്രി വെള്ളത്തിലിട്ടു. അത് രാവിലെ കഴുകി വൃത്തിയാക്കി എടുത്തൊരു കുക്കറിലിട്ട ശേഷം അതിൻ്റെ അകത്തൊരു സവാളയും മുറിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കടല വേവാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 6 വിസിലിട്ട് ഞാൻ വേവിച്ചെടുത്തു. നിങ്ങൾ കടല 6 വിസിലിട്ട് നോക്കുമ്പോൾ വെന്തില്ലെങ്കിൽ പിന്നെയും 2 വിസിലും കൂടി ഇട്ട് നോക്കണം കേട്ടോ. കടല നല്ലപോലെ വേവണം കടല റോസ്റ്റിന്. അതിൽ നിന്ന് 2 സ്പൂണ് കോരി തണിഞ്ഞ ശേഷം മിക്സീൻ്റെ ജാറിലിട്ട് ഞാനൊന്നത് ക്രഷ് ചെയ്തെടുത്തു. കടല ക്രഷ് ചെയ്തതും അതിൻ്റെ കൂടെ 2-3 സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ വെന്ത കടലയിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കറക്റ്റ് ഉപ്പും എരിവെല്ലാം നോക്കി കുറച്ച് വെള്ളം വേണം, എന്നാലും അധികം വെള്ളം വേണ്ട. നമുക്ക് ചെറിയൊരു ഗ്രേവിയും കടലയും കൂടി ഇങ്ങനെ മിക്സായി കിടക്കുന്ന ഈ പരുവത്തിലേ വേണ്ടു. അതൊന്ന് തിളച്ച ശേഷം അതിൻ്റെ അകത്തൊരു 1/4 സ്പൂണ് ഗരം മസാലയും ഒരു 1/4 സ്പൂണ് ചിക്കൻ മസാലേൻ്റെ പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടെ ഇളക്കി കറക്റ്റ് ഉപ്പ് വരും നോക്കി വാങ്ങി വെച്ച് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ച് നമ്മൾ കറിയിലേക്ക് ചേർത്താൽ അടിപൊളി കടല റോസ്റ്റ് റെഡിയായി. വേഗം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കടല റോസ്റ്റാണ് ഇത്. നമ്മൾ രാവിലെ അരച്ചവാട് ഉണ്ടാക്കുന്ന ദോശക്ക് സൂപ്പറാണിത്. ഇന്ന് ഞാൻ രാവിലെ അരച്ചവാട് ഉണ്ടാക്കിയ ദോശക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചപ്പാത്തിൻ്റെ കൂടെയും പൂരീൻ്റെ കൂടെയും എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം. ചോറിനായാലും ബെസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ.